എല്ലാവർക്കും നമസ്കാരം. നിങ്ങളടുത്തെങ്ങാൻ വിയറ്റ്നാം എന്തെങ്കിലും പോകാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആണിട്ടത്. ഇതിൽ നമ്മൾ വിയറ്റ്നാമിലേക്കുള്ള ഫ്ലൈറ്റ്, അവിടുത്തെ വിസയുടെ പ്രോസസ്സ്, ഹോട്ടലുകൾ, സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ, കറൻസി, ഭാഷ, അങ്ങനെ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫ്ലൈറ്റ് മേന്ന് തന്നെ തുടങ്ങാം അല്ലേ. കേരളത്തിൽ കൊച്ചിയിൽ നിന്നാണ് വിയറ്റ്നാമിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. ഇത് വിയറ്റ്ജെറ്റ് എന്ന് പേരുള്ളൊരു ബഡ്ജറ്റ് എയർലൈൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യണത്. കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് ഈ ഒരു ഫ്ലൈറ്റ് ഉള്ളത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഏകദേശം 5 മണിക്കൂറാണ് നമുക്ക് വിയറ്റ്നാമിലെ ഹോച്ചിമിനിലേക്ക് എത്താനായിട്ട് വേണ്ടി വന്നത്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം പാതിരാത്രിയാകുമ്പോൾ പുറപ്പെടുന്ന ഈ ഒരു ഫ്ലൈറ്റ് ഹോച്ചിമിനിൽ ഏകദേശം നേരം വെളുത്ത് തുടങ്ങുമ്പോൾ തന്നെ എത്തും. വിയറ്റ്നാമിലെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമിനേക്കാളും 1.5 മണിക്കൂർ മുമ്പിലാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാമിൽ 9:30 മണിയായിട്ടുണ്ട്. നല്ല ഓഫറൊക്കെ നോക്കി കുറച്ച് നേരത്തെ കൂട്ടിയൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് ഏകദേശം ഒരു 13,000 രൂപ തൊട്ട് 20,000 രൂപ വരെയുള്ള റേഞ്ചിലൊക്കെ കിട്ടൂട്ടോ. പിന്നെ ഇതൊരു ബഡ്ജറ്റ് എയർലൈൻ ആണെന്നുള്ളൊരു കാര്യം കൂടി ഓർക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റിനും അതുപോലെ തന്നെ ഭക്ഷണത്തിനും എല്ലാം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് ഡെയിലി ഇല്ല കേട്ടോ. ഈ വിയറ്റ്ജെറ്റ് കൂടാതെ കേരളത്തിലെ മിക്ക എയർപോർട്ടുകളിൽ നിന്നും മലേഷ്യയും അതുപോലെ തന്നെ സിംഗപ്പൂർ വഴിയൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ്സും ഉണ്ട് കേട്ടോ വിയറ്റ്നാമിലേക്ക്. എയർ ഏഷ്യ, മലേഷ്യ എയർവേസ്, സിംഗപ്പൂർ, സ്കൂട്ട്, എയർ ഇന്ത്യ ഇവരെല്ലാവരും കേരളത്തിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വിയറ്റ്നാമിലേക്ക് ഡയറക്റ്റ് അല്ലാണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഹോച്ചിമിനിൽ നിന്നോ അല്ലെങ്കിൽ ഹനോയിൽ നിന്നോ എൻട്രി എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് നിന്ന് എക്സിറ്റ് എടുക്കാം. ഞങ്ങൾ പോയതും വന്നതും ഹോച്ചിമിനിൽ നിന്നാണ്. ഹോച്ചിമിനിൽ നിന്ന് വിയറ്റ്നാമിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലേക്കും കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉണ്ട്. അടുത്തത് നമുക്ക് വിയറ്റ്നാമിൻ്റെ ലൊക്കേഷനെ പറ്റി മനസ്സിലാക്കാമല്ലേ. ഈ മാപ്പിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ സൗത്ത് ചൈന സീയും കംബോഡിയയും ലാവോസും അതുപോലെ തന്നെ ചൈനയൊക്കെ ആയിട്ടാണ് വിയറ്റ്നാം ലാൻഡ് ബോർഡർ അപ്പുറത്തെ സൈഡിൽ ഷെയർ ചെയ്യണത്. ഏകദേശം ഒരു എസ് ഷേപ്പിലാണ് ഈ രാജ്യം കിടക്കണതെന്ന് നമുക്ക് ഈ മാപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ ഏറ്റവും താഴത്തായിട്ട്, അതായത് സൗത്ത് സൈഡിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോച്ചിമിൻ സിറ്റി സ്ഥിതി ചെയ്യണത് കേട്ടോ. അതുപോലെ തന്നെ വിയറ്റ്നാമിൻ്റെ ഏകദേശം ഏറ്റവും മേൽഭാഗത്തായിട്ട്, അതായത് നോർത്തേൺ സൈഡിലൊക്കെ ആയിട്ടാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹനോയ് ഉള്ളത്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ 2 സിറ്റികളാണ് ഹോച്ചിമിൻ സിറ്റിയും അതുപോലെ തന്നെ ഹനോയും. മിക്കവാറും എല്ലാ വിയറ്റ്നാം ടൂറുകളിലും ഹനോയും അതുപോലെ തന്നെ ഹോച്ചിമിൻ സിറ്റിയും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഏകദേശം 1650 കിലോമീറ്ററാണ് ഈ 2 സിറ്റികളും തമ്മിലുള്ള റോഡ് വഴിയുള്ള ഡിസ്റ്റൻസ്. ഈ സിറ്റികൾ തമ്മിൽ ഇത്രയധികം ദൂരമുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ട്രാവൽ പ്ലാനുകളും ഈ 2 സിറ്റികൾ തമ്മിലുള്ള യാത്ര ഫ്ലൈറ്റ് വെച്ച് തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് വിസയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഇ വിസ കിട്ടാവുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ വിസ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴുള്ള വെബ്സൈറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സൈറ്റിൻ്റെ ഒപ്പം വേറെ കുറേ സ്കാം സൈറ്റുകളും കൂടി പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് വിയറ്റ്നാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രം കയറി വിസ അപ്ലൈ ചെയ്യുക. ഈ വിസ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫോമിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. നമ്മളെങ്ങനെയാണ് വിയറ്റ്നാമിലേക്ക് എത്തണത്, അതുപോലെ തന്നെ എത്ര ദിവസം നമ്മൾ ഉണ്ടാവും, നമ്മുടെ പോർട്ട് ഓഫ് എൻട്രി, പോർട്ട് ഓഫ് എക്സിറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രിയുടെ ഓപ്ഷൻസും ഉണ്ട്. സിംഗിൾ എൻട്രി വിസയ്ക്ക് ഏകദേശം $25, മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് $50 ആണ് ഫീസ്.
പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണേക്കാളും മുമ്പ് നിങ്ങൾ വരെയും പോവുകയും ചെയ്യണ എയർപോർട്ടുകളുടെ പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. രാജ്യങ്ങളുടെ വിസ നിയമങ്ങളും ഫീസുകളും എല്ലാം പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്തുള്ള റൂളുകളും അതുപോലെ തന്നെ ഫീസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ. അടുത്തതായിട്ട് നമുക്ക് കറൻസിയുടെ കാര്യങ്ങൾ നോക്കാം. വിയറ്റ്നാമീസ് ഡോങ് ആണ് വിയറ്റ്നാമിലെ കറൻസി. നമ്മുടെ 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമീസിലെ ഏകദേശം 290 ഡോങ്ങിൻ്റെ അടുത്താണ് വന്നത്. നമ്മുടെ കുറച്ച് കറൻസിയൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ലക്ഷക്കണക്കിന് വിയറ്റ്നാമീസ് ഡോങ് ആയിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് വിയറ്റ്നാമീസ് ഡോങ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ, ഇവിടെ വിലയും ലക്ഷങ്ങളിൽ തന്നെയാണ്. പലപ്പോഴും ഇവർ വിലയൊക്കെ 1.5 ഡോങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം ഡോങ് ആണെന്ന് നമ്മൾ ഊഹിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ വിയറ്റ്നാമീസ് ഡോങ് വളരെ കുറച്ച് എക്സ്ചേഞ്ചുകളിൽ മാത്രമേ കിട്ടാനുള്ളൂ. നമ്മൾ വിയറ്റ്നാമിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ആകെ $US അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറൻസി മാത്രമാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ വിയറ്റ്നാമീസ് ഡോങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത് നല്ലതായിരിക്കും. നമുക്ക് ടാക്സിക്ക് അല്ലെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും വിയറ്റ്നാമീസ് ഡോങ് തന്നെ വേണ്ടി വരും. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിയറ്റ്നാമിലെ ഭാഷ. വിയറ്റ്നാമീസ് ആണ് വിയറ്റ്നാമിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. വിയറ്റ്നാമിൽ എവിടെയാണെങ്കിലും നമുക്ക് വിയറ്റ്നാമീസ് ഭാഷ അറിയാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. വേറൊന്നുമല്ല, എത്ര വലിയ സിറ്റി ആണെങ്കിലും അത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിലും ഒരാൾക്കും ഇംഗ്ലീഷ് വശമില്ല. നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നേക്കാളും മുമ്പ് തന്നെ നമ്മുടെ ഫോണിൽ നല്ലൊരു വിയറ്റ്നാമീസ് ട്രാൻസ്ലേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടണം. അതിൽ വിയറ്റ്നാമീസ് ലാംഗ്വേജ് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ടാക്സിക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനോ വഴി ചോദിക്കാനോ എല്ലാത്തിനും നമുക്ക് ഈ ആപ്പ് വേണ്ടി വരും. അടുത്തതായിട്ട് ഹോട്ടലുകളെ പറ്റിയാണ്. വിയറ്റ്നാമിൽ എവിടെ ആയിക്കോട്ടെ നമ്മൾ ഹോട്ടലുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഹോച്ചിമിൻ സിറ്റിയിൽ വെച്ചൊരു പണി കിട്ടിയതാണ്. 4 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ഒക്കെ കണ്ട് ബുക്ക് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തല്ലിപ്പൊളി സെറ്റപ്പായിരുന്നു. ഇത് പരമാവധി നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം ബുക്ക് ചെയ്യാൻ നോക്കുക. റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രമല്ല, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോട്ടലുകൾ തന്നെ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യണേക്കാളും മുമ്പ് ആ വെബ്സൈറ്റിൽ ആ ഹോട്ടലിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ ഗൂഗിൾ റിവ്യൂസും നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം കേട്ടോ ബുക്ക് ചെയ്യാൻ. അത് ലേറ്റസ്റ്റ് റിവ്യൂ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഫാമിലി ആയിട്ട് പോണവരാണെന്നുണ്ടെങ്കിൽ പരമാവധി 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ തന്നെ ബുക്ക് ചെയ്യുക. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹോച്ചിമിൻ സിറ്റിയിലും അതുപോലെ തന്നെ ഹനോയിലും ആണ്. സെൻട്രൽ വിയറ്റ്നാമിൽ എനിക്ക് തോന്നണം അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവാണെന്ന് തോന്നണം. അവിടെ കണ്ട ഹോട്ടൽസ് മിക്കതും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഹോട്ടൽസ് ആയിരുന്നു. നൂഡിൽ സൂപ്പാണ് വിയറ്റ്നാമീസുകാരുടെ മെയിൻ ഭക്ഷണം. ഇവരുടെ ഒരു മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റൈസ്, അതിൻ്റെ ഒപ്പം മീറ്റ് അല്ലെങ്കിൽ ഫിഷ്, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സൂപ്പും കൂടി ഉണ്ടാവും. നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളൊന്നും അല്ലാട്ട് ഇതൊന്നും. പിന്നെ ഈ സോസുകൾ മാത്രം നമുക്ക് വേണ്ടത് മാത്രം നോക്കിയിട്ട് നമ്മൾ ഇടണമെന്ന് മാത്രം. പിന്നെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തപ്പി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണാം. പിന്നെ അത്യാവശ്യം വലിയ ഹോട്ടൽസിലെല്ലാം കോണ്ടിനെൻ്റൽ ഭക്ഷണങ്ങളും അവൈലബിൾ ആണ്. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കിട്ടാത്ത സമയങ്ങളിൽ പലപ്പോഴായിട്ട് മക്ഡൊണാൾഡ്സിൽ നിന്നൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ സിറ്റി വിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. വിയറ്റ്നാം പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ്. ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വിയറ്റ്നാം ഇങ്ങനെ നീട്ടത്തിൽ കിടക്കുന്നത് കൊണ്ട് പല സ്ഥലത്തും പല ക്ലൈമറ്റ് ആയിരിക്കും.
നോർത്തേൺ വിയറ്റ്നാം വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ തൊട്ട് ഏപ്രിൽ വരെയാണ്. നോർത്തേൺ സൈഡിലാണ് ഹനോയ്, ഹലോങ് ബേ, സാപ്പ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ ഈ സ്ഥലത്തേക്കൂടെയുള്ള യാത്ര പരമാവധി അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോങ് ബേ എല്ലാം ഫുള്ള് വെള്ളത്തിൽ തന്നെയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അവിടെ സഞ്ചരിക്കാനായിട്ട്. സെൻട്രൽ വിയറ്റ്നാം കറങ്ങാനായിട്ടുള്ള ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെയുള്ള സമയത്താണ്. ഡനാങ്ങും ഹൊയാനൊക്കെ പോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും സെപ്റ്റംബർ തൊട്ട് ജനുവരി വരെയുള്ള സമയത്ത് യാത്ര ഒഴിവാക്കണതായിരിക്കും നല്ലത്. ഈ ഒരു ബെൽറ്റ് സൈക്ലോൺസ് ഒക്കെ ഏറ്റവും കൂടുതൽ വരാനായിട്ട് ചാൻസസ് ഉള്ള ഏരിയയാണ്. സൗത്ത് വിയറ്റ്നാമിലാണെന്നുണ്ടെങ്കിൽ ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സമയമുണ്ടോ. ഹോച്ചിമിൻ സിറ്റി, മെക്കോങ് ഡെൽറ്റയും ഫൂക്കോക്കൊക്കെ വന്ന സ്ഥലങ്ങളാണിത്. 3 സ്ഥലത്തെയും ക്ലൈമറ്റ് 3 രീതിയിലായതും കൊണ്ട് ഏറ്റവും യോജിച്ച സമയം നോക്കിയാണ് ഞാൻ നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള സമയം പറഞ്ഞത്. വിയറ്റ്നാമിൽ ലോക്കൽ ട്രാവലിന് നമുക്ക് ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്രാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. വിയറ്റ്നാം മാത്രമല്ല, മിക്കവാറും എല്ലാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഗ്രാബിൻ്റെ സർവീസസ് ഉണ്ട്. ടാക്സി, ബൈക്ക്, അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്യണത്. ഗ്രാബ് കൂടാതെ വിനാസൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവീസ് പ്രൊവൈഡറുടെ ഡീറ്റെയിൽസും കൂടി നോട്ട് ചെയ്യണത് നല്ലതായിരിക്കും. ഇവരുടെ സർവീസും വിയറ്റ്നാമിലെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് എയർപോർട്ടിലേക്ക് എങ്ങനെ പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഗ്രാബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുതട്ടാ. ഗ്രാബ് വരാനായിട്ട് താമസിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോട്ടലിലേക്ക് പറഞ്ഞിട്ട് ഒരു ടാക്സി എടുക്കണതായിരിക്കും നല്ലത്. ഞങ്ങളുടെ യാത്രയുടെ ഇടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഗ്രാബ് ടാക്സിയുടെ ആൾ ഏകദേശം 15 മിനിറ്റത്തോളം ഞങ്ങളെ ഹോട്ടലിൽ നിർത്തി. പിന്നെ വൈകുന്ന മനസ്സിലാക്കിയതോടുകൂടിയാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വേറൊരു ടാക്സി എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോയത്. കാര്യം ഈ ഒരു മോശം എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ കറക്കങ്ങൾക്കെല്ലാം ഗ്രാബാണ് എടുത്തത്. അതുപോലെ തന്നെ നമുക്ക് ഇത്ര മണിക്കൂറത്തേക്ക് നമുക്ക് ടാക്സി വേണമെന്നും പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ട്രാവൽ ഐറ്റിനറിയുടെ ഡീറ്റെയിൽസും കൂടി നോക്കാം. ഞങ്ങൾ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൊരു ഐറ്റിനറിയാണ് ഞാനിവിടെ പറയണത്. വിയറ്റ്നാമിലേക്കുള്ള യാത്ര ഒരിക്കലും ഹോച്ചിമിൻ സിറ്റിയും ഹനോയ് മാത്രമായിട്ട് ഒതുക്കരുത്. ഈ സിറ്റികൾ മാത്രമാണ് നിങ്ങളുടെ പ്ലാനിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ പോയത് ഹോച്ചിമിൻ സിറ്റിയിലേക്കായിരുന്നു. എത്തിയ ദിവസം തന്നെ, അതായത് ഹോച്ചിമിനിൽ എത്തിയ ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് വാർ റിമ്യൂണറൻസ് മ്യൂസിയത്തിലേക്കാണ്. വിയറ്റ്നാം യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ടുള്ളത്. ബാക്കിയുള്ള സമയത്ത് ഞങ്ങൾ സിറ്റി ഒന്ന് കറങ്ങി. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കുച്ചി ടണൽസ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്കാണ് പോയത്. ഇത് വിയറ്റ്നാമിലെ പഴയ ഒരു വാർ സൈറ്റാണ്. ഇത് സിറ്റിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് മേലിൽ യാത്ര ഉള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെക്കോങ് ഡെൽറ്റയും കൂടി ഇതിൻ്റെ ഒപ്പം ക്ലബ് ചെയ്യാവുന്നതാണ്. ഊച്ചി ടണലും മെക്കോങ് ഡെൽറ്റയും കൂടിയുള്ള കുറേയധികം 1 ഡേ ടൂറുകൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഇതിൽ മിക്കതും ഗ്രൂപ്പ് ടൂറുകളാണ് കേട്ടോ. രണ്ട് ദിവസമാണ് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ.
മൂന്നാമത്തെ ദിവസം രാവിലെ ഹോച്ചിമിനിൽ നിന്ന് ഞങ്ങൾ ഡനാങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചു. വിയറ്റ്നാമിൻ്റെ ഏകദേശം സെൻട്രലിലൊക്കെ ആയിട്ടാണ് ഡനാങ് ഉള്ളത്. ഏകദേശം 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഡനാങ്ങിലെത്തി. ഹോട്ടലിൽ ബാഗേജ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ അട്രാക്ഷൻ്റെ അടുത്തേക്കാണ് പോയത്. ഡനാങ്ങിൽ മാർബിൾ മൗണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത്. ഏകദേശം ഉച്ചയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ ഡനാങ്ങിൽ നിന്ന് നേരെ ഹൊയാൻ എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് എത്തി. ഹൊയാൻ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ വീഡിയോകളിലൊക്കെ കാണാറുള്ള കൊട്ട കറക്കണ പരിപാടിയുള്ളത്. അന്നത്തെ ദിവസം ഉച്ച തൊട്ട് രാത്രി വരെ ഞങ്ങൾ ഹൊയാനിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ ടൂറിൽ നിങ്ങൾ ഹൊയാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണത് നല്ലതായിരിക്കും. അത്ര മനോഹരമായിട്ടുള്ളൊരു ടൗണാണ് കേട്ടോ ഹൊയാൻ. ഹൊയാൻ ടൗണിലെ സ്ട്രീറ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിങ്ങും ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഹൊയാനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഡനാങ്ങിലെ പാലത്തിൻ്റെ അടുത്തേക്കാണ്. ഈ ഡ്രാഗന്റെ വായിൽ നിന്ന് തീ തുപ്പയും വെള്ളം ചീറ്റയൊക്കെ ചെയ്യണ ഒരു പരിപാടിയാണത്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഈ ഒരു ഷോ വെള്ളി ശനി ഞായർ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസത്തെ ഫുൾ ഡേ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണത് ബാണ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ദനാങ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. പല ലെവല് കേബിൾ കാറുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ഇതിൻ്റെ മേലിൽ സഞ്ചരിക്കാൻ പറ്റണത്. ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. രണ്ട് കൈകൾ വെച്ചുകൊണ്ട് ഒരു പാലം താങ്ങിയേക്കണ ഒരു ഫോട്ടോവും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് സംഭവം. ഒരു ഫുൾ ഡേ നമുക്ക് ഒരു ബോറടിയും ഇല്ലാണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ബാണ ഹിൽസ്. അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ ഡനാങ്ങിൽ നിന്ന് നേരെ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹനോയിലേക്ക് തിരിച്ച്. രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റിനാണ് കേട്ടോ ഞങ്ങൾ ഹനോയിലെത്തിയത്. നേരെ ഹോട്ടലിൽ വന്ന് ബാഗേജൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സിറ്റി കറങ്ങാനായിട്ടുള്ളൊരു ടൂറിന് ഇറങ്ങി. ഈ ദിവസത്തെ ഫുൾ പരിപാടി ഹനോയ് സിറ്റി ഒന്ന് കറങ്ങൽ മാത്രമാണ്. അടുത്ത ദിവസം, അതായത് 6ാമത്തെ ദിവസം, ഞങ്ങൾ ഹലോങ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഫുൾ ഡേ ക്രൂസാണ് പ്ലാൻ ചെയ്തത്. ഹനോയിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ കാറിൽ അല്ലെങ്കിൽ ബസ്സിനൊക്കെ യാത്ര ചെയ്തിട്ട് വേണം ഈ ഒരു ഹലോങ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് എത്താൻ. രാവിലെ ഏകദേശം 6-7 മണിയൊക്കെ ആകുമ്പോൾ ഹനോയിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഏകദേശം 7-8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്. ഈ ക്രൂസുകൾ തന്നെ ലക്ഷറിയും അതുപോലെ തന്നെ കംഫർട്ടൊക്കെ വെച്ചുകൊണ്ട് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഏഴാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ഹോച്ചിമിൻ്റെ മുസോളിയം ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസോളിയത്തിൻ്റെ അകത്തേക്ക് ക്യാമറകളൊന്നും കയറ്റില്ല. അതുകൊണ്ട് അവിടെ അധികം നേരം കളയാണ്ട് നേരെ ഹോട്ടലിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്കും പോന്നു. ഞങ്ങൾക്ക് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഹോച്ചിമിൻ സിറ്റി വഴിയാണ്.
അങ്ങനെ 7 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റണ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്നത്. ഇതുകൂടാതെ ഫൂക്കോക്ക്, സാപ്പ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വിയറ്റ്നാമിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം കുറവായതും കൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തത്. പിന്നെ വിയറ്റ്നാമിൽ യാത്ര ചെയ്യുമ്പോൾ സ്കാമുകളിലൊന്നും പോയി പെടാണ്ട് ശ്രദ്ധിക്കണേ.